ഹായ്, കഴിഞ്ഞ ഞായറാഴ്ച മുതൽ NCERTയുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന പാഠപുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാഠപുസ്തകം നിങ്ങൾക്കറിയാവുന്നതുപോലെ CBSEയിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥികളും സ്റ്റേറ്റ് ബോർഡിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥികളും പഠിക്കുന്നതാണ്. ഈ പാഠപുസ്തകത്തിലെ ഈ 6 അധ്യായങ്ങൾ നമ്മൾ ഇതിനോടകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. 7ാമത്തെ അധ്യായം ഇന്നലെ ആയിരുന്നു അപ്ലോഡ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇന്നലെ മറ്റൊരു ഷോർട്ട് വീഡിയോ ചെയ്തതിനാൽ ആ അധ്യായം അപ്ലോഡ് ചെയ്യുവാൻ സാധിച്ചില്ല. ഇന്നലത്തെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു അഭിപ്രായത്തെക്കുറിച്ചായിരുന്നു ആ ഷോർട്ട് വീഡിയോ. സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് നമ്മളൊക്കെ പാഷൻ പിന്തുടർന്നാൽ മതി എന്നാണ്. എന്നാൽ ഞാൻ ആ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത് നമ്മൾ പാഷൻ അല്ല പിന്തുടരേണ്ടത്, നമുക്കൊരു ജോലി ഉണ്ടാവണം. വെറും ജോലി ഉണ്ടായാൽ മാത്രം പോരാ, സർക്കാർ ജോലി തന്നെ വേണം എന്നുള്ളതാണ്. ഇന്ത്യൻ എക്കോണമി പാഠപുസ്തകത്തിലെ 7ാം അധ്യായത്തിലും തൊഴിലിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്വാഗതം സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക്. മനുഷ്യർ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് പൊതുവെ ഏർപ്പെടാറുള്ളത്: സാമ്പത്തിക പ്രവർത്തനങ്ങളിലും സാമ്പത്തികേതര പ്രവർത്തനങ്ങളിലും. ഉദാഹരണമായി, ഒരു ഹോട്ടൽ നടത്തുന്നയാൾ നമുക്ക് ഭക്ഷണം തരുന്നു, അത് പൈസയ്ക്ക് വേണ്ടിയാണ്, അത് സാമ്പത്തിക പ്രവർത്തനമാണ്. എന്നാൽ നമ്മുടെ അമ്മ നമുക്ക് ഭക്ഷണം തരുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല, അതുകൊണ്ട് അത് സാമ്പത്തികേതര പ്രവർത്തനമാണ്. ഈ സാമ്പത്തിക പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയെയാണ് തൊഴിൽ ചെയ്യുന്ന വ്യക്തി അഥവാ വർക്കർ എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തിൽ എല്ലാ ജനങ്ങളും തൊഴിൽ ചെയ്യുവാൻ യോഗ്യരല്ല, അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും തൊഴിൽ ചെയ്യുവാൻ കഴിയുകയില്ല. ഉദാഹരണമായി, കുട്ടികൾക്ക് ജോലിക്ക് പോകാൻ സാധ്യമല്ല. വൃദ്ധരായ ആൾക്കാർക്കും അങ്ങനെ തന്നെ, അവർക്കും ജോലി ചെയ്യുക സാധ്യമല്ല. ഒരു രാജ്യത്തെ തൊഴിൽ ചെയ്യുവാൻ യോഗ്യരായ ജനങ്ങളുടെ എണ്ണമാണ് ആ രാജ്യത്തെ തൊഴിൽ ശക്തി എന്ന് പറയുന്നത്. ഇതിൽ തൊഴിലില്ലാത്തവരും ഉൾപ്പെടും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഈ തൊഴിൽ ശക്തിയെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വർക്ക് പാർട്ടിസിപ്പേഷൻ റേഷ്യോ ലഭിക്കുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ 3 മേഖലകളാണുള്ളത്: പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖലയിൽ വരുന്നത് കൃഷിയും അനുബന്ധ ഘടകങ്ങളുമാണ്. ദ്വിതീയ മേഖലയിൽ വ്യവസായങ്ങളാണ് വരുന്നത്. തൃതീയ മേഖലയിൽ വരുന്നത് സർവീസസ് ആണ്. ഇതിൽ ഇന്ത്യയിൽ പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്നത്. കൃഷിയാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം ജനങ്ങളുടെയും ഉപജീവന മാർഗം. ഒരു വ്യക്തി നിലവിലെ വേതന വ്യവസ്ഥയനുസരിച്ച് ജോലി ചെയ്യുവാൻ തയ്യാറാണ്, എന്നാൽ അയാൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. ഈ അവസ്ഥയെയാണ് അൺഎംപ്ലോയ്മെന്റ് അഥവാ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന ഒരു തരം അൺഎംപ്ലോയ്മെന്റ് ആണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? ഇത് ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാം. 8 പേർ ചേർന്ന് ഒരു പാമ്പിനെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒരാൾ അടിക്കുന്ന അടിയിലാണ് ഈ പാമ്പ് ചാവുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ബാക്കി 7 പേര് ജോലി ചെയ്തോ ഇല്ലയോ? ഒരു പാമ്പിനെ കൊല്ലാൻ ഒരാൾ മതിയായിരുന്നു, പക്ഷേ ആ പ്രക്രിയയിൽ 8 പേരുണ്ടായിരുന്നു. അതായത് 7 പേർ അവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല. ഈ അവസ്ഥയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എക്കണോമിക് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് എ ലേബർ ഈസ് 0. അയാൾ, ഒരു തൊഴിലാളി, തൊഴിൽ പ്രക്രിയയിൽ യാതൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ അൺഎംപ്ലോയിഡ് ആയിട്ട് കരുതേണ്ടിയിരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഇന്ന് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ജോബ്ലെസ് ഗ്രോത്ത്. നമ്മുടെ രാജ്യത്തിൻ്റെ GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കുന്നുണ്ട്. ഓരോ വർഷവും 6% മുതൽ 7% വരെ വളർച്ച നേടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിനനുസരിച്ച് തൊഴിലുകൾ വർദ്ധിക്കുന്നില്ല. തൊഴിൽ വളർച്ചാ നിരക്ക് 1%ഒക്കെയാണ്. ഈ അവസ്ഥയെയാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് 2 പദങ്ങൾ പരിചയപ്പെടാം. ഒന്ന് കാഷ്വലൈസേഷൻ അഥവാ താൽക്കാലികവൽക്കരണം. നമുക്കറിയാം, ഇന്ന് മിക്കവാറുമുള്ള ജോലികളെല്ലാം കോൺട്രാക്റ്റ് ജോലികളാണ്, അല്ലെങ്കിൽ താൽക്കാലികമായി ലഭിക്കുന്ന ജോലികളാണ്. സ്ഥിര വരുമാനമുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ജോലികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ആ അവസ്ഥയെയാണ് നമ്മൾ
കാഷ്വലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ജോലിയിലെ താൽക്കാലികവൽക്കരണം. രണ്ടാമത്തെ പദം ഇൻഫോർമലൈസേഷൻ അഥവാ അനൗപചാരികവൽക്കരണം. സംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരുടെ അളവ് കുറയുകയും അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇന്ത്യയിൽ തൊഴിലുമായും തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട ഡേറ്റ കളക്ട് ചെയ്യുന്ന ഏജൻസിയാണ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഇന്ത്യയിൽ സംരംഭകത്വം പ്രൊമോട്ട് ചെയ്യുവാനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനുമായി 3 പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ വർഷം നമുക്ക് പരിശോധിക്കാം. മേക്ക് ഇൻ ഇന്ത്യ 2014-ലും സ്കിൽ ഇന്ത്യ 2015-ലും ആരംഭിച്ചു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആരംഭിച്ചത് 2016-ലാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളൊക്കെയും തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.